ചൈതന്യമേ കൈകൾ കോപ്പുന്നു നിൻ സ്നേഹ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു നിന്നെ ഞങ്ങൾ ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കോപ്പുന്നു നിൻ സ്നേഹ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു നിന്നെ ഞങ്ങൾ ചൈതന്യമേ നിത്യ ചൈതന്യമേ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാം ഞങ്ങൾ എല്ലാവരും തോളോട് തോൾ ചേർന്ന് സൗഹാർദ്ദമായി പാരിൽ മുന്നേറുവാൻ വരം നൽകേണമേ മുന്നേറുവാൻ വരം നൽകേണമേ ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കോപ്പുന്നു നിൻ സ്നേഹ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു നിന്നെ ഞങ്ങൾ ചൈതന്യമേ നിത്യ ചൈതന്യമേ. താങ്ക് യു രുചിജി. സ്വാഗതം പറയുന്നതിനായി റിട്ടയർഡ് നേവൽ ഓഫീസർ ലഫ്റ്റനന്റ് കമാൻഡർ നേവി ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ SP തുളസീധരൻ പിള്ള അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാണ്. അദ്ദേഹം നമ്മുടെ ട്രസ്റ്റി കൺവീനർ കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയ ഉദ്ഘാടകൻ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ബഹുമാന്യ നാദർ സ്കൂൾ പ്രിൻസിപ്പൽ സംഗീതഭൂഷണം ശ്രീ മാറാട് ഉദയകുമാർ മാസ്റ്റർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ട്രസ്റ്റി ഭാരവാഹികളെ, പ്രസ്ഥാന ബന്ധുക്കളെ, കലാസംഗീത സ്നേഹികളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ വർഷത്തെ വാർഷിക ആഘോഷം 2024 ഫെബ്രുവരി 17-നാണ് നടന്നത്. ഇപ്രാവശ്യം അത് മെയ് മാസത്തേക്കാകാൻ ഒരു പ്രധാന കാരണം ടൗൺ ഹാളിൻ്റെ റെനോവേഷനാണ്. അന്നത്തെ സ്വാഗത പ്രസംഗത്തിൽ സ്കൂളിൻ്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. നമുക്കറിയാം, സ്വന്തമായ ഒരു കെട്ടിടത്തിൽ പരമ്പരാഗതമായ ശൈലിയിൽ സംഗീത വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നതിന് പകരം സംഗീതത്തെ അറിയാനും അവനവൻ്റെ സ്വകാര്യതയിലും വേണ്ടി വന്നാൽ പൊതുപരിപാടികളിൽ പാട്ടുപാടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആബാലവൃദ്ധം സംഗീത പ്രേമികളെ പ്രാപ്തരാക്കാൻ സന്മനസ് കാണിച്ച ഒരു നല്ല മനുഷ്യസ്നേഹിയായ പാട്ടുകാരനും സംഗീതജ്ഞനുമാണ് നാദർ സ്കൂൾ മ്യൂസിക്കിന്റെ സ്ഥാപകനും പ്രിൻസിപ്പാളുമായ സംഗീതഭൂഷണം ശ്രീ മാറാട് ഉദയകുമാർ മാസ്റ്റർ. ഏതൊരു സ്ഥാപനമായാലും ഒരു ലക്ഷ്യമുണ്ടാകും. വളർച്ചയും ഉയർച്ചയും വിജയവുമെല്ലാം ഉദ്ദേശ ലക്ഷ്യത്തിൽ നിക്ഷിപ്തമാണ്. സ്കൂളിനെ കുറിച്ചുള്ള മാഷിന്റെയും വിദ്യാർത്ഥികളായ ഞങ്ങളുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിനായി ആദ്യമായി നാദർ സ്കൂൾ ഓഫ് മ്യൂസിക്കിനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് അന്ന് പറഞ്ഞിരുന്നു. വാർഷികാഘോഷത്തിന് ശേഷം സ്കൂളിനെ ഒരു ട്രസ്റ്റായി രൂപീകരിക്കുക എന്ന പ്രവർത്തനം 2 മാസത്തിനുള്ളിൽ തന്നെ ഏപ്രിൽ മാസത്തിൽ സഫലീകരിച്ചു. ഇന്ത്യൻ ട്രസ്റ്റിന്റെ നിയമപരിധിയിൽ രജിസ്ട്രേഷൻ നമ്പർ 237/4/2024 ആയി നാദർ സ്കൂൾ ഓഫ് മ്യൂസിക് കോഴിക്കോട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. സ്കൂളിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ സ്കൂളിന്റെ ബാനർ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ലോകമറിഞ്ഞു വരുമ്പോഴേക്കും ബോർഡ് വെച്ച് സ്കൂളിൽ ഞങ്ങൾ പഠനം തുടങ്ങുന്ന അനർവചനീയമായ ഒരു അവസരം ഭാവിയിൽ ഞങ്ങളെ കാത്തിരിക്കുമെന്ന എളിയ സ്വപ്നം സഫലീകരിക്കാൻ ഭാഗ്യമുണ്ടാകാൻ ഏവരുടെയും പ്രാർത്ഥനയും ആശീർവാദവും കഴിഞ്ഞ വാർഷിക ദിനത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. സുമനസ്സുകളുടെ ആഗ്രഹവും പ്രാർത്ഥനയും പോലെ തന്നെ തുടർന്ന് വിഷുപ്പുലരി, തിരുവോണം, പൊൻപുലരി എന്ന പരിപാടികളും ഒരു 1 ഡേ വിനോദയാത്രയും സ്കൂൾ സംഘടിപ്പിച്ചു. സ്കൂളിന്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. ആക്ടിവിറ്റീസ് എല്ലാം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്തപ്പോഴേക്കും
നേരത്തെ സൂചിപ്പിച്ച സ്കൂൾ എന്ന അഭിലാഷം പൂവണിയേറെ 2024 ഒക്ടോബറിൽ വാടകയ്ക്കാണെങ്കിലും സ്വന്തമായ ഒരു മേൽവിലാസത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങി. സിറ്റിയിൽ എയർപോർട്ടിനടുത്തുള്ള കലുത്താങ്കടവ് നെക്സയ്ക്ക് സമീപം വാസുദേവ ജിപ്സിന് പ്രവേശിച്ചിട്ടുള്ള ബിൽഡിംഗ് നമ്പർ 60/49/20/6 എന്ന കെട്ടിടത്തിന്റെ 2ാം നിലയിൽ പുതിയ സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 2025 ജനുവരി 1-ാം തീയതി സ്കൂളിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. ശ്രീ ഉദയകുമാർ മാസ്റ്ററുടെ ഗുരുവും സംഗീത കച്ചേരിയിൽ എന്നും നിറസാന്നിധ്യവുമായിരുന്ന നടുവട്ടം ശ്രീരഞ്ജിനി സംഗീത നാട്യ കലാക്ഷേത്രത്തിന്റെ പ്രിൻസിപ്പാളായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച ശ്രീ PK ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ആ ദൈവികമായ ദൗത്യം നിറവേറ്റത്. പ്രായം, ജാതി, മതം എന്നിവ പരിഗണിക്കാതെ ആവശ്യമുള്ളവർക്കെല്ലാം കർണാടക സംഗീതവും കരോക്കെ ഗാനാലാപനവും പഠിപ്പിക്കാനായി ക്ലാസുകൾ സംഘടിപ്പിച്ചു. മുതിർന്ന പൗരന്മാർക്ക് ഒരു ജീവകാരുണ്യ സംരംഭത്തിന്റെ ഭാഗമായി സൗജന്യ പാഠങ്ങൾ നൽകി കർണാടക സംഗീതവും കരോക്കെ ഗാനാലാപനവും പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. പൊതുവേദികളിൽ സംഗീത കരോക്കെ മത്സരങ്ങൾ നടത്തുകയും അതിനുള്ള പരിശീലനം നൽകുകയും കലാകാരന്മാരെ കണ്ടെത്തുകയും പിന്തുണയ്ക്കുകയും പ്രഗത്ഭരായ കലാകാരന്മാരെ ആദരിക്കുകയും അവർക്ക് പുരസ്കാരങ്ങൾ നൽകുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സംഗീത പ്രകടനങ്ങൾ, പരിപാടികളിലും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കാളികളാക്കുക തുടങ്ങി ഒട്ടനവധി ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാണ് സ്കൂൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2025 ജനുവരിയിൽ സ്കൂൾ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ 3 പരിപാടികൾ സ്കൂളിൽ ചേർത്തുണ്ടായി. അതിൽ ജയചന്ദ്രൻ അനുസ്മരണവും കരോക്കെ ഗാനാലാപന മത്സരവും ഉൾപ്പെടുന്നു. നോട്ടീസിലും ക്ഷണക്കത്തിലും പറഞ്ഞതുപോലെ വാർഷികവുമായി ബന്ധപ്പെട്ട ഇനി വേദിയിൽ നടന്നു വരുന്നത് 4ാം സ്കൂൾ ഓഫ് മ്യൂസിക് വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയും സംഗീത വിരുന്നുമാണ്. ബേപ്പൂർ മാനാട് അരച്ചെങ്കുന്ന് സംഗീത ഭൂഷണം ശ്രീ ഉദയകുമാർ മാസ്റ്റർക്ക് കഴിഞ്ഞ 32 വർഷം മുമ്പ് സംഗീതം അഭ്യസിക്കണമെന്ന് ആഗ്രഹമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് അർഹമായ ആദരവ് നൽകാൻ ട്രസ്റ്റിനും വിദ്യാർത്ഥികൾക്കും ഈ വേദി അവസരം നൽകുകയാണ്. അതുകൂടാതെ ഭാവഗായകനായ ജയചന്ദ്രൻ്റെ അനുസ്മരണാർത്ഥം അദ്ദേഹം ഒറ്റയ്ക്ക് രാവിലെ 9:30 മുതൽ രാത്രി 10 മണി വരെ നിർത്താതെ ജയചന്ദ്രൻ പാടിയ പാട്ടുകൾ ജയചന്ദ്ര ഗാനോത്സവം എന്ന പേരിൽ ഇവിടെ ടൗൺ ഹാളിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി ജയചന്ദ്രൻ്റെ കുടുംബത്തോട് അനുവാദം വാങ്ങി വരുന്ന ആഗസ്റ്റ് 24-ന് ടൗൺ ഹാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയപരിമിതി കാരണം നീട്ടുന്നില്ല. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ ഞങ്ങളുടെ സംഗീതാർച്ചന ഈ വേദിയിൽ കഴിഞ്ഞു. ഇനി ഉദ്ഘാടന ശേഷം സംഗീത വിരുന്നാണ്. വിദ്യാർത്ഥികളുടെ ഗാനമേള ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഗാനമേള ഏവർക്കും ആസ്വദിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നാദ സ്കൂളിൻ്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് നമുക്ക് കരുത്തും പ്രോത്സാഹനവും നൽകി അനുഗ്രഹിക്കാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും സുപരിചിതനായ മലയാളത്തിലെ പ്രശസ്ത ചലച്ചിത്ര ഗാന രചയിതാവും കവിയും സംവിധായകനും നടനുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂരി അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങളേക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല, എങ്കിലും 2 വാക്ക് പറഞ്ഞോളാം. ചെമ്പൈയുടെ ശിഷ്യനായിരുന്ന കേശവൻ നമ്പൂരി അവരുടെ മകനാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊപ്പം കർണാടക സംഗീതം പഴശ്ശിത്തമ്പുരാൻ, KP പണിക്കർ, പൂഞ്ഞാർ കൗലകത്തെ SVS നാരായണൻ എന്നിവരുടെ ശിക്ഷണത്തിലാണ് അഭ്യസിച്ചത്. 1970-കളിൽ കവിതാ ഗാന രംഗത്തേക്ക് കടന്നു. കുറച്ചുകാലം മാതൃഭൂമിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 1985-ൽ ഫാസിൽ സംവിധാനം ചെയ്ത എന്നെന്നും കണ്ണേറ്റൻ്റെ എന്ന ചിത്രമാണ് ഇദ്ദേഹം ഗാനരചന നടത്തിയ ആദ്യ ചിത്രം. സോപാനം എന്ന ചിത്രത്തിന് വേണ്ടി തിരക്കഥയും എഴുതി. സ്വാതി തിരുനാൾ, ആര്യൻ, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഭരതം, ദേശാടനം തുടങ്ങി 20-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1993-ൽ പൈതൃകത്തിലെ ഗാനരചനയ്ക്കും 1996-ൽ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഗാനരചനയ്ക്കും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. നാടക ഗാനരചനയ്ക്കും 2 തവണ സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. 1996-ൽ ദേശാടനത്തിലൂടെ സംഗീത സംവിധായകനുമായി. 1997-ൽ കാരുണ്യത്തിലെ ഗാനങ്ങൾക്ക് മികച്ച സംഗീത സംവിധാനത്തിലുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. ദേശാടനം, കളിയാട്ടം, തട്ടകം, സ്വന്തം ജ്ഞാനക്കുട്ടി തുടങ്ങിയ 20ഓളം ചിത്രങ്ങൾക്കും സംഗീത സംവിധാനം നടത്തി. ഇതിനകം 400-ൽ പരം ചിത്രങ്ങൾക്ക് ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. ഗാനരചന കൂടാതെ കർണാടക സംഗീത രംഗത്തെ സംഭാവനകളെ മാനിച്ച് തുളസീവന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇദ്ദേഹം സ്ഥാപിച്ച സ്വാതി തിരുനാൾ കലാകേന്ദ്രം സംഗീത പഠനത്തിനും ഗവേഷണത്തിനുമുള്ള ഒരു മാതൃകാ സ്ഥാപനമാണ്. രോഗശമനത്തിന് സംഗീത ചികിത്സ ഫലപ്രദമാണെന്ന് തെളിയിക്കാൻ കേരളത്തിലെ നിരവധി ആതുരാലയങ്ങളിൽ ഇദ്ദേഹം സംഗീത പരിപാടികളും ഗവേഷണങ്ങളും നടത്തിവരുന്നു. കവിതയ്ക്ക് കുട്ടമത്ത് അവാർഡ്, കലാരംഗത്തെ പ്രവർത്തനങ്ങളുള്ള അംഗീകാരമായി 2021-ലെ പത്മശ്രീ പുരസ്കാരം, 2025-ൽ ഹരിവരാസനം പുരസ്കാരം എന്നിവ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലെ അലങ്കാരങ്ങളിൽ ചിലതാണ്. ഈ വാർഷികാഘോഷത്തിന് ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ കോഴിക്കോടിൻ്റെയും മലയാള കലാസാഹിത്യ രംഗത്തിൻ്റെയും അഭിമാനമായ ശ്രീ കൈതപ്രം അവർകളെ ബഹുമാന പുരസ്സരം ആദരവോടെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അങ്ങ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾക്ക് വലിയ അംഗീകാരമാണ്.
ഇന്ത്യൻ ടെലിഫോൺസിലെ ഡിവിഷണൽ എഞ്ചിനീയറായിരുന്ന നാദത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും നാദ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായ ഞങ്ങളുടെ കാരണവർ സ്ഥാനത്തുള്ള ശ്രീ ബാലേന്ദ്ര മേനോനാണ് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. അധ്യക്ഷൻ ശ്രീ ബാലേന്ദ്ര മേനോൻ അവരുടെ ഹൃദയംഗമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന പരിപാടി നാദ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ സ്ഥാപകനും സ്കൂളിൻ്റെ പ്രിൻസിപ്പാളും ഞങ്ങളുടെ ഗുരുവുമായ സംഗീതഭൂഷണം ശ്രീ ഉദയകുമാർ മാസ്റ്റർ അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാദ സ്കൂളിൻ്റെ വാർഷിക പരിപാടികൾക്ക് ഞങ്ങൾക്ക് ആശംസ ഏകി പ്രോത്സാഹനവും അനുഗ്രഹവും നേരാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത ഗായകരും നാദ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളുമായ മ്യൂസിക് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ നിധീഷ് കാർത്തിക് അവരെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സിംഗിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ സലിം മലേഷ്യ അവരെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രസ്ഥാന ബന്ധുവും സംഗീത സംവിധാനവുമായ ശ്രീ സനീഷ് അബ്രഹാം അവരെ ഞങ്ങൾ ഹൃദയപുരസ്കരം സ്വാഗതം ചെയ്യുന്നു. പ്രസ്ഥാന ബന്ധുവും ശ്രീ പ്ലേബാക്ക് സിംഗറുമായ ശ്രീ സുന്ദർ റാം അവരെ ഞങ്ങൾ ഹൃദയപുരസ്കരം സ്വാഗതം ചെയ്യുന്നു. നാദൻ ട്രസ്റ്റിന്റെ ട്രഷറർ ശ്രീമതി നന്ദിനി മേനോൻ അവരെയും മറ്റ് ട്രസ്റ്റി ഭാരവാഹികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടത്താൻ കടിഞ്ഞാൺ പിടിക്കുന്ന ശ്രീമതി പി ശ്രീലത ടീച്ചർക്കും മറ്റ് അധ്യാപകർക്കും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഇനി പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന ശ്രീമതി രശ്മി പൊരുവാളിനും ടൗൺ ഹാൾ അനുവദിച്ചെന്ന കോർപ്പറേഷൻ അധികൃതർക്കും ഇനി പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനെത്തിയ കേരള വിഷനും പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന സൗണ്ട്സ് പിന്നണി കലാകാരന്മാർക്കും സ്കൂളിന്റെ വിദ്യാർത്ഥികളായ സഹപാഠികൾക്കും ഇന്നത്തെ പ്രോഗ്രാം വിജയിപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളായ സ്നേഹിതർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിച്ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യർക്കും കലാസ്നേഹികൾക്കും വേദിയിലും സദസ്സിലും സന്നിഹിതരായ എല്ലാ വിശിഷ്ട വ്യക്തികളെയും മറ്റ് സംഗീത സ്നേഹികളെയും ആരെങ്കിലും അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രത്യേകം സഹർഷം സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷം വഹിക്കാനായി നാദ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ബാലേന്ദ്ര മേനോൻ അവരെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. BSNL റിട്ടയർഡ് എഞ്ചിനീയറും അതുപോലെ തന്നെ നമ്മുടെ നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ട്രസ്റ്റി കൂടിയായ ശ്രീ ബാലചന്ദ്ര മേനോൻ അവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സായാഹ്നത്തിൽ ഞങ്ങളുടെ നാദം സ്കൂളിൻ്റെ വാർഷികാഘോഷം ഉദ്ഘാടനത്തിനെത്തിയ പത്മശ്രീ ശ്രീ കൈതപ്രം നമ്പൂതിരി സാർ, വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തികളെ, ഞങ്ങളുടെ എല്ലാമായ നാദം സ്കൂളിൻ്റെ ഉദയം മാസ്റ്ററെ, പ്രിയപ്പെട്ട നാദം സ്കൂളിലെ ശിഷ്യഗണങ്ങളെ, മാന്യ കോഴിക്കോട്ടെ കലാപ്രേമികളായ മാന്യ വ്യക്തികളെ എല്ലാവരെയും ഞാൻ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങളുടെ നാദം സ്കൂളിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിൽ എനിക്ക് അത്യധിയായ അഭിമാനമുണ്ട്. കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ മാഷുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന ആഗ്രഹത്തിന് തിരികൊളുത്തി അത് വിജയപ്രദമായി കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ വാർഷികാഘോഷം ഭംഗിയായി നടത്തുന്ന വേളയിൽ വലിയൊരു അധ്യക്ഷ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. നമ്മുടെ പ്രമുഖനായ ഉദ്ഘാടകൻ വളരെ തിരക്ക് പിടിച്ചും ഇവിടെ എത്തിയിരിക്കുകയാണ്. പിന്നെ ഇതിനുശേഷം നമ്മുടെ ശിഷ്യഗണങ്ങളുടെ ഗാനമേള കാണാൻ കാത്തിരിക്കുന്ന നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഉദയകുമാർ മാഷിൻ്റെ കഴിഞ്ഞ 25 കൊല്ലത്തെ സേവനത്തെ ഞങ്ങളിവിടെ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ദീർഘായുസ്സും ഇങ്ങനൊരു നാദം സ്കൂൾ തുടങ്ങിയതിനും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും സകല അഭൂർത്തിയും നേർന്നുകൊണ്ട് നാദം സ്കൂളിലെ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും സഹകരണം നമ്മുടെ ഈ സ്കൂളിൻ്റെ പുരോഗതിക്കായി വേണം എന്ന് അപേക്ഷിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്ഷണം സ്വീകരിച്ച് നമുക്കെല്ലാം പ്രിയങ്കരനായ പത്മശ്രീ കൈതപ്രം നമ്പൂതിരി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഉദ്ഘാടന കർമ്മത്തിനായി ഇൻവൈറ്റ് ചെയ്യുന്നു. സർ പ്ലീസ്. നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ വാർഷികോത്സവം
ഈ വിവിധ പരിപാടികളോട് ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം വളരെ വിനയപൂർവ്വം ഹൃദയപൂർവ്വം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. വേദിയിലെ സുഹൃത്തുക്കളെ, ശ്രീ ബാലേന്ദ്രമേനോൻ, മാറാട് ഉദയകുമാർ മാഷ്, ദിനേശ് കാർത്തിക്, സലീം മലേഷ്യ, സനീഷ് അബ്രഹാം, സുന്ദർറാം, നന്ദിനി മേനോൻ, എല്ലാവർക്കും എൻ്റെ തുളസീധരൻ പിള്ള, എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഈ ഒരു സ്ഥാപനം വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭഗീരഥ പ്രയത്നമാണ്. കാരണം പാടുന്നവരും പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും എല്ലാവരും ഒരേ മനസ്സോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു സ്ഥാപനത്തിന് വളർച്ചയുണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ അനുഭവസ്ഥനാണ്. ട്രസ്റ്റാക്കി ഉയർത്തിയ ഈ സ്ഥാപനത്തിന് ശ്രീ ഉദയകുമാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാധാരണ സംഗീതത്തിന് ഏറ്റവും ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറയും. ഒന്ന്, സംഗീതം എന്ന് പറയുന്നത് എല്ലാ കലകളും തന്നെയാണ്, പ്രത്യേകിച്ച് സംഗീതം അത് ഇരുമ്പ് വേലിക്കകത്തുള്ള കരിമ്പ് കൃഷിയാണെന്നാണ് പറയും. ഇരുമ്പ് വേലി ശക്തമായ ഇരുമ്പ് വേലിക്കകത്തേക്ക് കടക്കണം. കടന്നാൽ ജീവിതം മുഴുവൻ ആസ്വദിക്കാനുള്ള കരിമ്പ് തോട്ടമാണ് അവിടെ. ഇഷ്ടംപോലെ പാടാം, ആസ്വദിക്കാം, നമുക്ക് കാര്യങ്ങൾ നേടാം, വളർച്ച ഉണ്ടാവും. ഭാരതം വിശ്വ സംഗീത ലോകത്ത് വരെ എത്താൻ പറ്റുന്ന ദാസേട്ടനെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ സാധാരണ അവർ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. അവർ ലോകത്തോളം വളർന്നു. അത്തരം വളർച്ചകൾ ഒരു ചെറിയ സ്ഥാപനത്തിന് പോലും സാധിക്കും. അദ്ദേഹമൊക്കെ ഈ കൊച്ചിയിലുള്ള സാധാരണ ഗ്രാമത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇത് ഈ കരിമ്പ് തോട്ടത്തിലേക്ക് കടക്കുകയും പിന്നെ ആസ്വദിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം ഉണ്ടാക്കുക എന്നുള്ളത് പറയുന്നത് നാദത്തിൻ്റെ വലിയ ജോലിയാണ്. ആ ജോലി ഭംഗിയായി നിർവഹിക്കപ്പെടട്ടെ ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഈ വേറൊരു പരമഹംസരുടെ ഒരു വാക്കുണ്ട്, നിങ്ങൾ മധുരമാവുക, ഉറുമ്പ് നിങ്ങളെ അന്വേഷിച്ചെത്തും എന്നാണ്. സ്വയം നമ്മൾ ആസ്വാദനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സംഗീതത്തിൻ്റെയും മധുരമായാൽ പിന്നെ നമുക്ക് പിടിയിട്ടില്ല. ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാനിപ്പം 10 കൊല്ലമായിട്ട് പകുതി ശരീരം കൊണ്ട് നടക്കുന്ന ആളാണ്. പക്ഷേ ഈ ബാക്കി ശരീരം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നത് സംഗീതം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്. എല്ലാ ദിവസവും ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കുറേ നേരം പാട്ട് കേട്ടുകൊണ്ടിരിക്കും. അതെന്തോന്നാലുമില്ല, ഇപ്പോഴും ഇന്നും രാവിലെ 3 മണിക്ക് ഞാൻ എണീറ്റിട്ടുണ്ട്. അതൊരു നിഷ്ഠയൊക്കെ വെക്കുക. പിന്നെ ഏകാന്ത ധ്യാനം, നമ്മൾ എപ്പോഴും സ്നേഹമസൃണമായിട്ടിരിക്കുക, നന്മ ചിന്തിക്കുക, ലഹരി ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വേദിയിലുള്ള എൻ്റെ കൂടെയുള്ള ഇപ്പോൾ കലാകാരന്മാർ മുഴുവൻ എൻ്റെ കൂടെ എത്രയോ പ്രാവശ്യം വായിച്ച എത്രയോ നാളുകൾ, എത്രയോ വർഷങ്ങൾ എൻ്റെ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടാത്തൊരു കാര്യമുണ്ട്. ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഈ കരോക്കെ പരിപാടി പഠിക്കാനേ പറ്റുള്ളൂ. അത് വേദിയിൽ അവതരിപ്പിക്കുന്നത് അത്ര ഭംഗിയല്ലാതാണ് എൻ്റെ പക്ഷം. കാരണം അത് ഈ കലാകാരന്മാരെ മുഴുവൻ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. എപ്പോഴോ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള ഒരു പാട്ടിൻ്റെ ആ ഗ്യാപ്പിൽ നമ്മളെ ശബ്ദം വെച്ചുകൊണ്ട് പാടുന്നത് കലാകാരന്മാരോട് ചെയ്യുന്ന ഒരു അനീതിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് പഠിക്കാൻ ഉപയോഗിക്കാം, യാതൊരു സംശയമില്ല. പഠിക്കാൻ ഉപയോഗിക്കുകയും പ്രവൃത്തിയിൽ അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ധർമ്മം. അത് നിങ്ങൾ അനുഷ്ഠിക്കണം ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരൻ ശംഭു നമ്പൂതിരിയാണ് എന്നെ വിളിച്ചത്. വാസ്തവത്തിൽ ഇന്ന് എനിക്ക് ഇപ്പോൾ വേറെ പോയിട്ട് പണിയുണ്ട്, തിരക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ശംഭു എൻ്റെ അനിയൻ, അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നേരത്തെയും വിളിച്ചു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഏതായാലും ഉദയകുമാറിനും ബാലേന്ദ്രമേനോൻ്റെ നേതൃത്വത്തിലുള്ള ഈ ട്രസ്റ്റിനും എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. നന്ദി സർ. നമ്മൾ ഉദ്ഘാടന കർമ്മത്തിലേക്ക് വിളക്ക് ഭദ്രദീപം കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
എനിക്ക് ഇങ്ങനെ ഔപചാരികമായിട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് എന്താ പറയുക, വലിയ നമുക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ്. എനിക്ക് ദേവിച്ചിയും അങ്കിളെന്നാണ് ഞങ്ങൾ വിളിക്കുക. ഞങ്ങളൊക്കെ അവിടെ കളിച്ച് വളർന്നവരാണ് സ്വാതിരുന്നാൾ കലാകേന്ദ്രത്തിൽ. അങ്കിളുടെ കൂടെയൊക്കെ ഒരുപാട് അതെ എന്താ പറയുക, നമ്മൾ സംഗീതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പം എന്നോട് ചോദിച്ചാൽ നിർത്തിയിട്ടില്ല, പക്ഷെ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ ഇതിൽ ക്ലിക്ക് ആവും. അപ്പം എൻ്റെ ആ അനുഗ്രഹം കൊണ്ടൊക്കെ തന്നെയാണ് അങ്കിളെ ഞാനൊക്കെ നടന്നു പോകുന്നത്. ദീപു അതുപോലെ കുട്ടൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് ആണ് വളർന്നത്. മ്യൂസിക് തെറാപ്പിയുടെ ഭാഗമാകാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരിക്കലും വിചാരിക്കാത്ത മൊമെന്റ്സ് ആണ് ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഭദ്രദീപം തെളിയിക്കുകയാണ്. ഇത് എല്ലാവരിലേക്കും സംഗീതത്തിൻ്റേത് നന്മയായും സ്നേഹമായും പ്രാർത്ഥനയായും ഒഴുകിയെത്തട്ടെ. ഇനി നമ്മൾ കൈതപ്രം സാറിന് ഇത് കഴിഞ്ഞാൽ നമ്മളൊരു ആദരവുണ്ട്. ഈ ഭദ്രദീപം തെളിയിക്കുമ്പം ഒരു കാര്യം എല്ലാവരോടും പറയാണ്, ലഹരിയാകാം കലയോട് എന്നൊരു വാക്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ അങ്കിളിന് വേണ്ടിയിട്ട് ഒരു വരി പാടുകയാണ്. കാരണം ആ എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോടും പരിഭവം, ഒരുപാടു നാളായി കാത്തിരുന്നു നീയൊരു നോക്കു കാണാൻ വന്നില്ല. താങ്ക് യു. നമ്മൾ അങ്കിളിനുള്ളൊരു സ്നേഹോപഹാരമാണ് നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിന് നൽകുന്ന സ്നേഹോപഹാരം സമർപ്പിക്കാനായിട്ട് ഇതിൻ്റെ തന്നെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ബാലചന്ദ്ര മേനോൻ, അതുപോലെ തന്നെ മറ്റൊരു ട്രസ്റ്റി കൺവീനർ ശ്രീ എസ് തുളസീധരൻ അവർ, മറ്റ് നാദത്തിൻ്റെ തന്നെ ബാക്ക് ബോൺസ് സനീഷ് എബ്രഹാം, ഉദയഭാനു സാറ്, അതുപോലെ എല്ലാവരും, സുന്ദർ ഗ്രേറ്റ് സിംഗർ, എല്ലാവരും ചേർന്ന് നൽകിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഉദയഭാനു സാറിനൊരു തിരിച്ച് ഒരു ആദരവുണ്ട്. അത് അങ്കിളിൻ്റെ കയ്യിൽ നിന്ന്, നമ്മുടെ കൈതപ്രം സാറിൻ്റെ കയ്യിൽ നിന്നാണ് അത് നൽകാൻ പോകുന്നത്. ഉദയകുമാർ സാറിനുള്ള ഒരു ആദരവ് നമുക്ക് നല്ലൊരു കൈയടിയോടുകൂടി തന്നെ അദ്ദേഹത്തിന് ആ ഒരു ആദരവ് നൽകുന്നത് നമ്മുടെ എല്ലാം സ്വന്തം പ്രിയങ്കരനായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഒരുപാട് ലെജൻസ്, സംഗീത ലോകത്തെ ഗാന ചക്രവർത്തിമാരിൽ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ അങ്കിൾ. നമ്മുടെ എന്താ പറയുക, അഹങ്കാരം, സ്വത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് നമുക്ക് അഭിമാനം. അങ്കിളിനെ ഇങ്ങനെയൊക്കെ ഒരു വേദിയിൽ വന്ന് ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇവിടെ വരാൻ സാധിച്ചതിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. ഈ സ്കൂൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലും സാറിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ബാലചന്ദ്ര മേനോൻ സർ, ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കവി, നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സർ, ആശംസകൾ അർപ്പിക്കാനെത്തിയ ശ്രീ സലീം മലേഷ്യ, ശ്രീ സനീഷ് എബ്രഹാം, സുന്ദർ, എൻ്റെ ഏറെ പ്രിയപ്പെട്ട ഉദയേട്ടൻ, മറ്റ് കലാസ്നേഹികളെ, ഈ സ്കൂളിൻ്റെ എല്ലാമായവരെ, മറ്റ് കോഴിക്കോടിൻ്റെ കലാസ്നേഹികളെ, ഒരുപാട് സന്തോഷമുണ്ട് നാദം സ്കൂൾ ഓഫ് മ്യൂസിക് കോഴിക്കോടിൻ്റെ ഈ ഒരു വാർഷിക പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിയുന്നതിൽ. ഉദയേട്ടനായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമാണ്. അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനാണ്, ഒരു മാഷാണ്, അധ്യാപകനാണ്, അതിലുപരി നല്ലൊരു മനുഷ്യനും കൂടിയാണ്. കാരണം അത് ഒരുപാട് വർഷം ഉള്ള ഒരു ബന്ധം കൂടിയാണ് അദ്ദേഹവുമായിട്ട്. ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് തന്നെയാണ് അദ്ദേഹം ഈ ഒരു പരിപാടിയുടെ വാർഷികം നടക്കുമ്പോൾ
അദ്ദേഹം കൂടെ അംഗമായിട്ടുള്ള മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എന്നെ ഇവിടെ ഈ ഒരു ആശംസ പറയാൻ വേണ്ടി ക്ഷണിച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഒരു ക്ഷണം വന്നപ്പോൾ. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കണമെന്നുള്ളൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതൊരു സാധിക്കുന്നതിൽ വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു. നേരത്തെ കൈതപ്ര സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു മ്യൂസിക് സ്കൂൾ നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ല, അത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ്. പലരുടെയും അനുഭവങ്ങൾ വെച്ചിട്ട് എനിക്കറിയാം. കാരണം അത്രയും പ്രയാസമാണ് ഒരു സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്കൂൾ ഒരു 9-10 വർഷമായി അദ്ദേഹം ഈ ഒരു കോഴിക്കോടിൻ്റെ മണ്ണിൽ, കാരണം കോഴിക്കോടിൻ്റെ മണ്ണെന്ന് പറയുന്നത് നമുക്കറിയാം സംഗീതത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മണ്ണ് കൂടിയാണ് കോഴിക്കോട്. ആ ഒരു കോഴിക്കോടിൻ്റെ മണ്ണിൽ ഇങ്ങനെ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എൻ്റെ ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്നത് നമ്മുടെ ഉദയേട്ടൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നാദം സ്കൂൾ ഓഫ് മ്യൂസിക് ഒരുപാട് വർഷം ഇതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നുകൊണ്ട്, സംഗീതം പകർന്നുകൊണ്ട് കോഴിക്കോടിൻ്റെ മണ്ണിൽ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഗീതമാണ് ലഹരി എന്ന ഒരു സന്ദേശം നമുക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സംഗീത സ്കൂളുകൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഒരുപാട് കുട്ടികൾ ഇനിയും ഈ ഒരു സ്കൂളിലേക്ക് വന്ന് ഈ ഒരു സ്കൂൾ പടർന്ന് പന്തലിച്ച് ഒരുപാട് വർഷങ്ങൾ വാർഷിക ആഘോഷങ്ങൾ നടത്താൻ വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഗാനം പാടിക്കൊണ്ട് ഈ ഒരു ആശംസ ഞാൻ അറിയിക്കുകയാണ്. നേരത്തെ ഞാൻ സാറുള്ള സമയത്ത്, കൈതപ്രൻ സാറുള്ള സമയത്ത് പാടണം എന്നാണ് വിചാരിച്ചത്, കാരണം അദ്ദേഹം ഇവിടുന്ന് പോയി. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഈ ഒരു സംഗീത സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു സംഗീതത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് അദ്ദേഹം ആദ്യമായി നമുക്ക് എഴുതി തന്നത്. കൈതപ്രൻ സാറിൻ്റെ ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന സിനിമയിലെ ആ ഒരു ഗാനം, മനോഹരമായിട്ടുള്ളൊരു ഗാനം, ഒരു സംഗീതത്തെക്കുറിച്ചുള്ളൊരു ഗാനം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഗാനം നമ്മുടെ നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഉദയൻ മാഷ്ക്കും അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. നീരവഭാവം മരതകമണിയും സൗവർണികാതീരഭൂവിൽ നീരവഭാവം മരതകമണിയും സൗവർണികാതീരഭൂവിൽ പൂവിടും നവമല്ലികാലതകളിൽ സർഗോന്മാദ ശ്രുതിവിലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗലയം ധ്യാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം ദേവദുന്ദുഭി സാന്ദ്രലയം. താങ്ക് യു. Thank you, sir. Thank you very much. What a romantic voice. Super. Great. നമ്മുടെ സിംഗിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ സലീം മലേഷ്യ അവർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു ആശംസാ പ്രസംഗത്തിനായി. നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം തോന്നുകയാണ്. നല്ലൊരു ഇവൻ്റാണ്. ഞാൻ നാദം സ്കൂളിലെ എല്ലാ പരിപാടികളും ക്ഷണിതാവാണ്. എന്നെ ഇന്ന് ഇവിടെ ആശംസ അറിയിക്കാൻ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ സംഘടനയും സന്തോഷം അറിയിക്കുകയാണ്. നമ്മുടെ കോഴിക്കോടിൻ്റെ മഹനീയ വ്യക്തിത്വം ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവർ പ്രിയ ഗുരുവിന് ആദ്യമായിട്ട് ആശംസ അറിയിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ടരായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങൾക്കും, എല്ലാ മഹനീയ വ്യക്തികൾക്കും എൻ്റെ ആശംസ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി ഒഴിപ്പിക്കാൻ വന്ന നമ്മുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞർക്കും നല്ല ശബ്ദം നൽകാനെത്തിയ ശ്രുതി സൗണ്ട്സിനും എല്ലാവിധ ആശംസ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയ സുഹൃത്ത് ഉദയന് ഭാവിയിലും നല്ലൊരു സിംഗറും നല്ലൊരു മ്യൂസിക് ടീച്ചറാണ്. അദ്ദേഹത്തിന് ഒരുപാട് വിദ്യാർത്ഥികളെ ലഭിക്കട്ടെ, നല്ല അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ശ്രീ സനീഷ്
എബ്രഹാം സംഗീത സംവിധായകനാണ്. കോഴിക്കോട് സിറ്റി പോലീസിൽ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനങ്ങളിൽ മധു ബാലകൃഷ്ണൻ, അതുപോലെ അനുശ്രീ ഇതേപോലെ അറിയപ്പെടുന്ന ഒരുപാട് പ്ലേ ബാക്ക് സിംഗേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മഹനീയ വ്യക്തിത്വങ്ങളെ, കുട്ടികളെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട കൈതപ്പുറം സാറുമായിട്ട് വേദി പങ്കിടുക എന്ന് പറയുന്നത് ഒരു പുണ്യമായിട്ട് കരുതുന്നു. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ നോക്കുമ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റ് അച്ചടി മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലയെ തന്നെ, സംഗീതത്തെ തന്നെ ഒരു ലഹരിയാക്കി എടുത്തുകൊണ്ട് പ്രായഭേദമന്യേ ഉദയകുമാർ മാഷിൻ്റെ സ്ഥാപനത്തിൽ സംഗീതം അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്നിവിടെ സംഗീതാർച്ചന നടത്തിയ നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും ഞാൻ ആദ്യം തന്നെ ആശംസ നേരുകയാണ്. കാരണം സംഗീതം അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രായം ഇല്ല എന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ മനോഹരമായിട്ടാണ് അവർ ഇവിടെ സംഗീതാർച്ചന നടത്തിയത്. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ഉദയേട്ടനായിട്ട് ഏകദേശം ഒരു 20 വർഷത്തെ ബന്ധമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിടയിലുള്ള സംസാരത്തിൽ ഈ സ്ഥാപനം ആരംഭിച്ച് ഇനിയും പല സ്ഥലങ്ങളിലും ഇതേപോലെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒരു ബ്രാഞ്ചുകളായിട്ട് തുടങ്ങണം എന്ന് ഞങ്ങളെപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഈ സ്ഥാപനം വളർന്ന് വലുതായി പന്തലിച്ച് കോഴിക്കോട് ജില്ലയിലും അതിലപ്പുറത്തേക്കുള്ള ജില്ലയിലും ഒക്കെ വളർന്ന് വലുതാക്കാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ. ഞാനും ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗവതം നയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഒരുപാട് സന്തോഷം എന്നെ ആശംസ അറിയിക്കാൻ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ. കൈതപ്പുറം സാറ് ഇരിക്കുമ്പോൾ തന്നെ ഒരു 2 വരി പാടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർ കുടം വീണുടഞ്ഞു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇനി നമ്മളോട് സംസാരിക്കാനായി ശ്രീ സുന്ദർറാം, അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഒരു ഗ്രേറ്റ് സിംഗറാണ്. ഒരുപാട് വേദികളിൽ നമ്മൾ ഒരുമിച്ച് പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൽബംസിലും അതുപോലെ മൂവിയിലൊക്കെ പാടിയിട്ടുള്ള ഒരു ഗ്രേറ്റ് സിംഗർ സുന്ദർ. താങ്ക് യു. പ്രിയമുള്ളവരെ, നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഇന്നത്തെ ഈ വേദി ധന്യമാക്കി എന്നുള്ളതാണ്. കാരണം ഇവിടെ പാടിയ സ്റ്റുഡൻസ്, സനീൽ സാറ് പറഞ്ഞപ്പോൾ തന്നെ സംഗീതത്തിന് പ്രായമൊന്നുമില്ല എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അത്ര മനോഹരമായിട്ടാണ് ഇന്ന് പെർഫോം ചെയ്തത് നാദം സ്കൂളിലെ സ്റ്റുഡൻസ്. ഇന്നത്തെ വേദി നമുക്കറിയാം, കൈതപ്പൻ സാറിനെ പറ്റി പറയുന്ന സമയത്ത് സാറിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന പാട്ടാണ്. അതുകൊണ്ട് 2 വരിയോട് മാത്രം ഞാൻ സംസാരിക്കാം. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാഹ്നം പോലെ. ഇന്നത്തെ വേദി ഒരു ശുഭ സായാഹ്നമാക്കി അദ്ദേഹം തന്നു എന്നുള്ളതാണ്. അതുപോലെ ഇന്നത്തെ വേദിയിൽ വളരെ സന്തോഷത്തോടെ ഞാനിരിക്കുന്നത്. കാരണം നമുക്കറിയാം, സംഗീതം എന്ന് പറയുന്ന സമയത്ത്, കാരണം സംഗീതം ലഹരിയാക്കി മാറ്റുക, അതുപോലെ കല, എന്ത് കലയായിക്കോട്ടെ നമ്മൾ ലഹരിയാക്കി മാറ്റുക, ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. നമുക്ക് ഇതിൽ സംഗീതം ആസ്വദിക്കുക എന്ന് പറയുന്ന സമയത്ത്, ആലോചിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളൊന്ന് ജനലിലൂടെ അല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും ഡോറിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് മരങ്ങൾ കാണാം, അതുപോലെ ആകാശം കാണാം. അതിനും അപ്പുറത്തേക്ക് ഒരുപാട് ലോകങ്ങളുണ്ട്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരുപാട് തലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷെ ഇന്ന് ഇവിടെ പാടിയ സ്റ്റുഡൻസ് അവരതേപോലുള്ള പുതിയ തലങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് സംഗീതത്തിൻ്റെ മാത്രം
ഒരു പവറാണ്, അല്ലെങ്കിൽ കലയുടെ ഒരു പവറാണ്. നമുക്കറിയാം ജപകോടി ഗുണം ഗാനം, ധ്യാനം, ധ്യാനകോടി ഗുണം ലയം, ലയകോടി ഗുണം ഗാനം, ഗാനാൽ പരതരൻ മഹി എന്നാണ്. അത് ഏതൊരു കലയിലും സാധ്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിന് എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ്. നന്ദി. താങ്ക് യു സുന്ദർ, താങ്ക് യു വെരി മച്ച്. നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ട്രഷററും അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറായി റിട്ടയർ ചെയ്ത ശ്രീമതി നന്ദിനി മേനോനെ ഇൻവൈറ്റ് ചെയ്യാണ് കൃതജ്ഞതയ്ക്കായി. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നാദം സ്കൂളിൻ്റെയും വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചന കഴിഞ്ഞ് സ്കൂളിൻ്റെ 2025 വാർഷികാഘോഷ ഉദ്ഘാടനമാണ് വേദിയിൽ നടന്നത്. അഭിവന്ദ്യനായ കൈതപ്രം സാറ് വാർഷിക ഉദ്ഘാടനം ചെയ്തതോടെ ഞങ്ങൾ ധന്യരായി. ഏറെ തിരക്കുകൾക്കിടയിലും ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനും സ്കൂളിൻ്റെ ട്രസ്റ്റിൻ്റെയും പേരിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയിലുള്ള ഞങ്ങളുടെ അഭിവന്ദ്യ മാഷിനും മാനേജിംഗ് ട്രസ്റ്റിയായ അധ്യക്ഷനും കൺവീനർക്കും ഇവിടെ ആശംസ നൽകിയ ഞങ്ങളെ അനുഗ്രഹിച്ച ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഞങ്ങളുടെ പരിപാടികൾക്ക് വാദ്യം കൊണ്ടും മാറ്റുകൂട്ടിയവർക്കും ഓൺലൈൻ ടെലികാസ്റ്റ് ചെയ്ത് നാദം സ്കൂളിലെ ലോകത്തിൻ്റെ മുന്നിലെത്തിച്ചവർക്കും LED സ്റ്റേജ്, ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നിവ യാതൊരു തടസ്സവുമില്ലാതെ പ്രവർത്തനനിരതമാക്കിയവർക്കും സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഞങ്ങളെ കേട്ട എല്ലാ മഹത് വ്യക്തികൾക്കും സംഗീത സ്നേഹികൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.